ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മൗനരാഗത്തിന്റെ പുതിയൊരു പ്രൊമോയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ വിക്രത്തിനെ തേടി പിടിച്ച് കണ്ടെത്തിയിരിക്കുകയാണ് കിരണും അതുപോലെ തന്നെ ആൽബിയും കൂടിയിട്ട്. എന്നിട്ട് അവനെ തല്ലിച്ചതച്ച് പോലീസ് സ്റ്റേഷനിൽ പോലീസിന് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ഇന്ന് കോടതിയിൽ ഹാജരാക്കണ്ട, നാളെ ഹാജരാക്കണ്ട, ഇവനൊരു ദിവസം നിങ്ങൾ എല്ലാവരും ചേർന്ന് എന്താന്ന് വെച്ചാൽ ചെയ്തോ, നിങ്ങൾക്കൊരു പ്രശ്നവും ഉണ്ടാകില്ല, അതിനുശേഷം മാത്രം ഇവനെ ഒരു പകുതി ജീവൻ വെച്ചിട്ട് ഇവന് കോടതിയിൽ ഹാജരാക്കിയാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ടാണ് കിരൺ അവിടെ നിന്നും പോരുന്നത്. അതുപോലെ തന്നെ പോലീസ് അവനെ തല്ലിച്ചതയ്ക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും പ്രകാശൻ ഈ ഒരു കാര്യമൊന്നും അറിഞ്ഞിട്ടില്ല. പ്രകാശൻ പുറത്തൊക്കെ കറങ്ങാൻ പോണ സമയത്ത് അവിടെ ബാലനെ കാണുകയാണ്. അങ്ങനെ ബാലനോട് പറയുന്നുണ്ട്, എന്തായാലും എന്റെ മകൻ അനുഭവിക്കാത്ത സുഖവും സൗകര്യങ്ങളോ ഒന്നും തന്നെ ആ കല്യാണി അനുഭവിക്കില്ല. കല്യാണിയെ എന്റെ ഹൃദയം നിൽക്കുന്നതിന് മുൻപ് തന്നെ അവളെ ഞാൻ കൊന്നിരിക്കും എന്നിങ്ങനെ പറയുകയാണ്. ഇതൊന്നും അറിയാതെയാണ്. അങ്ങനെ അതിനുശേഷം വീട്ടിലെത്തുമ്പോഴായിരിക്കും മകനെ കാണാത്തതും. അതുപോലെ തന്നെ കിരണിനെ തേടി പിടിച്ച് പ്രകാശൻ അവിടെ എത്തിയിട്ട് കിരണിനോട് ചോദിക്കുന്നുണ്ട്, എന്റെ മകൻ എന്ത് എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പൊ നമ്മുടെ കിരൺ പറയണ എനിക്കറിയില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. എന്തായാലും ഒടുവിൽ സത്യങ്ങളൊക്കെ പറയും. അവനിങ്ങനെ പോലീസ് സ്റ്റേഷനിലാണ്, അതുപോലെ തന്നെ കാർത്തികയുടെ തല തല്ലിപ്പൊളിച്ചത് കൊണ്ടാണെന്നുള്ള കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ട്. അങ്ങനെ നമ്മുടെ പ്രകാശൻ ഇങ്ങനെ കിടന്നുറങ്ങാണ് കേട്ടോ രാത്രി സമയത്ത്. അതേ സമയത്ത് പ്രകാശന്റെ അമ്മ, അതായത് ഭാനുമതി അമ്മ വന്നിട്ട് ഒരു വലിയൊരു ഇരുമ്പ് വടി, അതായത് നമ്മുടെ വിക്രത്തിന്റെ ഇരുമ്പ് വടി പോലെ തന്നെയുള്ള ഒരു വടിയാണ്, അത് എടുത്തിട്ട് പ്രകാശന്റെ രണ്ട് കാലും തല്ലി ഒടിക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് പറയുന്നുണ്ട്, ഈ കാല് കൊണ്ടല്ലടാ നീ എല്ലാ തെണ്ടിത്തരങ്ങളും ചെയ്യുന്നത്, എന്റെ കല്യാണി മോളെ നീ ഇല്ലാതാക്കുന്നത് ഈ കാല് വെച്ചിട്ടല്ലടാ, നിനക്ക് ഇനി കാല് വേണ്ടടാ എന്നും പറഞ്ഞ് നല്ല രീതിയിൽ അടിക്കുകയാണ്. അങ്ങനെ നമ്മുടെ പ്രകാശൻ എന്തായാലും കാലൊക്കെ ഒടിഞ്ഞ രീതിയിൽ ഹോസ്പിറ്റലിൽ അങ്ങനെ കിടക്കുകയാണ്. ഒരു ആശ്രയം, ഒരു ആശ്രയം ഇല്ല, ഒരു തുള്ളി വെള്ളം എടുത്തു തരാൻ പോലും ആരുമില്ലാത്ത ഒരു അവസ്ഥയിൽ നരകിച്ച ജീവിതം തന്നെയായിരിക്കും നമ്മുടെ പ്രകാശന്റെ ഇനി ഉണ്ടാവാൻ പോകുന്നത്. എന്തായാലും നല്ല അടിപൊളി എപ്പിസോഡ് തന്നെ വരാൻ പോകുന്നത്. കാത്തിരുന്ന് കാണാം. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക് യു.